നമസ്കാരം. കരിങ്ങുന്ന സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഗവൺമെൻറ് വൻതോതിൽ സബ്സിഡി നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണത്താൽ അമേരിക്ക നമ്മുടെ ഇന്ത്യൻ സോളാർ കമ്പനികൾക്ക് 126% താരിഫ് അടിച്ചു കൊടുത്തിരിക്കുകയാണ്. അതായത് 10,000 രൂപയ്ക്ക് അമേരിക്കക്കാർ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു ഇന്ത്യൻ പാനൽ ഇനി അവർക്ക് വാങ്ങിക്കണമെങ്കിൽ 22,600 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ താരിഫ് അമേരിക്കയിലെ ജനങ്ങൾക്കിട്ട് തന്നെ ഒരു പണിയാണ് ശരിക്കും ട്രംപ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ പ്രശ്നം ഇന്ത്യൻ സോളാർ കമ്പനികളെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ശരിക്കും ബാധിക്കുക തന്നെ ചെയ്യും. കാരണം മെയിനായിട്ടും ഇന്ത്യ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത് അമേരിക്കയിലേക്കാണ് എന്നുള്ള കാരണം കൊണ്ട് തന്നെ. അതുപോലെ തന്നെ പ്രധാനമായിട്ട് നോക്കുന്ന മറ്റൊരു കാര്യമാണ് PM സൂര്യഘർ പദ്ധതി. അതായത് 78,000 രൂപ സബ്സിഡി നിർത്തലാക്കി പോകുമോ എന്നുള്ള കാര്യം. അപ്പോൾ ഈ 78,000 രൂപ സബ്സിഡിയും ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ടാക്സുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഡയറക്റ്റായിട്ട് ഇതിന് യാതൊരുവിധ ബന്ധവും ഇല്ല. എങ്കിലും ഇൻഡയറക്റ്റായിട്ട് ഇതിന് വേണമെങ്കിൽ ഒരു ബന്ധമുണ്ടെന്ന് നമുക്ക് പറയുകയും ചെയ്യാം. എന്തുകൊണ്ടാണ് ഇത്രമാത്രം വലിയൊരു താരിഫ് ഇന്ത്യൻ കമ്പനികൾക്ക് അടിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. ചൈനയിൽ നിന്നായിരുന്നു ഇത്രയും കാലവും പാനലുകളൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അത് വളരെ വലിയ ഒരു എമൗണ്ടിലുള്ള പാനലായിരുന്നു അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ചൈനയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി അവർക്ക് 250 മുതൽ 500% വരെയൊക്കെയാണ് താരിഫ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. 500% താരിഫ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10,000 രൂപയുടെ ഒരു പാനൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് 50,000 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു തരത്തിലും ചൈനയ്ക്ക് അവിടെ കൊണ്ടുപോയി പാനൽ വിൽക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ചൈനയെ കംപ്ലീറ്റ് ആയിട്ട് ഒരു പൂട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ കമ്പനികൾ ഇന്ത്യയുമായിട്ടും അതുപോലെയുള്ള മറ്റ് രാജ്യങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് പാനലുകൾ ഇറക്കുമതി ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും അങ്ങനെ ഇന്ത്യയിലേക്ക് ഹ്യൂജായിട്ടുള്ള വളരെ വലിയ തോതിലുള്ള ഒരു ഓർഡർ വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഓർഡർ വന്നപ്പോൾ ഒറ്റയടിക്ക് ഇങ്ങനെ വലിയൊരു വർക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്പനികൾക്ക് അത് താങ്ങാവുന്നതിനെ കഴിഞ്ഞും അധികം ഓർഡറുകളാണ് അമേരിക്കയിൽ നിന്ന് വന്നത്. അങ്ങനെ വളരെ വലിയ ഓർഡറുകൾ വന്നപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിലെ സോളാർ ഉണ്ടാക്കുന്ന കമ്പനികൾക്കെല്ലാം ഒരുപാട് ഇളവുകൾ ചെയ്തു കൊടുത്തു. അതായത് PLI, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന സംഭവം, അതാണ് PLI. ഈ PLI ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയേക്കുന്നത് പ്രധാനമായും. നമുക്ക് അറിയാമല്ലോ, നമ്മുടെ ഈ ഇൻഡസ്ട്രിയൽ ഏരിയകളിലൊക്കെ ഏരിയയിൽ പോയിട്ട് നമ്മളൊരു വ്യവസായം തുടങ്ങാനായിട്ട് ചെല്ലുവാണെങ്കിൽ അവിടെ സ്ഥലം നമുക്ക് ഫ്രീ ആയിട്ട് തരും, റൂമുകൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, കറണ്ടിന് വളരെ ചാർജ് കുറഞ്ഞ് തരും, വെള്ളം ഇഷ്ടം പോലെ തരും. ഇങ്ങനെയെല്ലാം തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും ഇങ്ങനെ വ്യവസായങ്ങളെ വളർത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. ഇതേ ഒരു സംഭവം തന്നെയാണ് ശരിക്കും ഈ PLI എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ഫ്രീ ആയിട്ട് ഭൂമി കൊടുക്കുക, അതേപോലെ തന്നെ ടാക്സ് ഇളവുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇളവ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ സബ്സിഡി, കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്നവർക്ക് കൂടുതൽ പൈസ സബ്സിഡി ആയിട്ട് കൊടുക്കുന്ന ആ ഒരു സംവിധാനം, ഇതെല്ലാം കൊടുത്തുകൊണ്ടാണ് ആ കമ്പനികളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഇന്ത്യ മാത്രമല്ല അമേരിക്കയും ഇതേ സെയിം സംഭവം തന്നെ ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനെ വളരെ വലിയ എമൗണ്ടുകൾ നമ്മുടെ ഇന്ത്യൻ കമ്പനികൾക്ക് ഗവൺമെൻറ് നൽകുന്നുണ്ടെന്നും അതുകൊണ്ട് വളരെ കുറഞ്ഞ ചിലവിൽ ഇന്ത്യക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നും അങ്ങനെ ചെറിയ ചിലവിലുണ്ടാക്കി അമേരിക്കയിൽ കൊണ്ടുപോയി പാനൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അമേരിക്കൻ കമ്പനികൾ, അത് നിലവിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കമ്പനികളെല്ലാം പൊളിഞ്ഞു പോകും. അതായത് ഇന്ത്യയിൽ നിന്നും വളരെ നല്ല ഹൈ ക്വാളിറ്റിയുള്ള സോളാർ പാനലുകൾ അമേരിക്കയിൽ ഇഷ്ടം പോലെ ഇറക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ കമ്പനികൾ അവർ ശരിക്കും ഞെട്ടി. കാരണം അവരുണ്ടാക്കുന്നതിനെ കഴിഞ്ഞും ഹൈ ക്വാളിറ്റിയിലുള്ള പാലുകളാണ് ഇന്ത്യയിൽ നിന്നും അവിടെ വിൽക്കുന്നതിനെ കഴിഞ്ഞും പകുതി വിലയ്ക്ക് കൊണ്ടുവന്ന് ഇറക്കി വിൽക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി ഇത് പണി പാടുമെന്നുള്ളത്. അപ്പോൾ അവർ ഗവൺമെൻറ്റിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, കമ്പനികളെല്ലാം പൂട്ടാൻ പോവുകയാണ്, എന്തെങ്കിലും ചെയ്യണം. ആ ഒരു സാഹചര്യത്തിലാണ് ശരിക്കും ഗവൺമെൻറ് ഇതിനകത്ത് ഇടപെടുന്നത്. ഒന്ന്, ഇവർ ചൈനയിൽ നിന്നും ഇതെല്ലാം നിരോധിച്ചെങ്കിലും ചൈനയിൽ നിന്നുള്ള സോളാർ പാനലുകൾ തന്നെ ഇന്ത്യ വഴി കറങ്ങി ഇങ്ങനെ അമേരിക്കയിലേക്ക് വരുന്നുണ്ടോ എന്നൊരു സംശയം അവർക്ക്. അപ്പം ചൈനയെ പൂട്ടാൻ അവർ ചെയ്തതെല്ലാം വിഫലമായി മാറുമല്ലോ. അതുപോലെ തന്നെ ചൈനയാണെങ്കിലും മറ്റ് പല രാജ്യങ്ങൾ വഴി ഈ അമേരിക്കയിലേക്ക് തന്നെ ഈ സാധനം അവരുണ്ടാക്കിയ സോളാർ പാനലുകൾ കയറ്റി അയക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് അതിനകത്തുള്ളൊരു സത്യം, പല രീതി കൂടിയായിട്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് സോളാർ പാനലുകൾ കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കമ്പനികളോട് അവർ വിശദീകരണങ്ങൾ ചോദിച്ചു. അതായത് കുറച്ച് ഡാറ്റാസ് കൊടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ ചൈനയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പിടി ഇടാൻ പറ്റുമോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഡാറ്റാസ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രധാനപ്പെട്ട 2 കമ്പനികളിൽ ഒരു കമ്പനി ഫുൾ ഡാറ്റയും കാര്യങ്ങളും എല്ലാം അവർക്ക് കൊടുക്കാനായിട്ട് തയ്യാറായി കൊണ്ടേ കൊടുത്തു. രണ്ടാമത്തെ കമ്പനി ഇവർക്ക് ഒരു സാധനം കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കാതെ വന്നപ്പോൾ അപ്പം തന്നെ ഈ 126% ടാക്സ് എന്നുള്ള രീതിയിലേക്ക് താരിഫ് അവർ അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിന് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTOയിൽ പരാതി കൊടുക്കാനും അതിനകത്തൊന്നും പരാതി കൊടുത്തിട്ടൊന്നും വലിയ പ്രയോജനമൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനമാവുക എന്നുള്ളതാണ് ഇതിനകത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം. പിന്നെ സത്യത്തിൽ മെയിനായിട്ടും ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അവരുടെ അവിടെ ഇപ്പോൾ ഉൽപ്പാദനം ഒരു പരിധിവരെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ അവിടുത്തെ പ്രോഡക്റ്റുകൾക്ക് ഭയങ്കര വിലയാണ്. ഒരിക്കലും നമ്മുടെ ഇന്ത്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ ചെല്ലുന്ന ഒരു പാനലുമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റുമായിട്ടോ കോമ്പറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് അവർക്ക് ഒരിക്കലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അപ്പോൾ അതിനകത്തൊരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഒരു സോളാർ സിസ്റ്റം കൊണ്ടുവന്ന് ചെയ്യുന്ന കമ്പനികളൊക്കെ ഉണ്ട്. അവരിവിടെ കൊണ്ടുവരുന്ന ഒരു ബാറ്ററിക്ക് 5 ലക്ഷം രൂപ വരുന്ന ഒരു ബാറ്ററി നമുക്ക്
ഇവിടെ ഇപ്പോൾ അവർ 100% ക്വാളിറ്റിയാണ്, 10 വർഷം വാറണ്ടിയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ അതേ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഒരു 85% അതിനോട് അടുത്ത് ക്വാളിറ്റിയുള്ള സാധനം നമുക്ക് ഇവിടെ തന്നെ നിർമ്മിക്കുന്നത് നമുക്ക് 5 വർഷം വാറണ്ടിയോടുകൂടി നിർമ്മിച്ചാൽ പോലും നമുക്കതിന് 1 ലക്ഷം രൂപ വില വരുള്ളൂ. ഇപ്പോൾ 5 ലക്ഷം അവിടെ കിടക്കുന്നു, 1 ലക്ഷം അവിടെ കിടക്കുന്നു. സെയിം പവറുള്ള സെയിം ലിഥിയം അയൺ ബാറ്ററിയാണെന്ന് ഓർക്കണം ഇത്രയും വിലയിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഈ 5 ലക്ഷം രൂപയുടെ ഈ സാധനം നമ്മൾ വാങ്ങിച്ചാൽ നമുക്കതിന് 10 വർഷം വാറണ്ടി കിട്ടുമെന്ന് പറയുന്നു. പക്ഷേ നമുക്ക് ഈ 1 ലക്ഷം രൂപ വിലയുള്ള അതേ സെയിം പവറുള്ള അല്ലെങ്കിൽ അതിലും കൂടുതൽ പവറുള്ള ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ മേടിച്ചാൽ നമുക്ക് 5 വർഷം വാറണ്ടി കിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ഈ മുടക്കുന്ന 5 ലക്ഷം രൂപ, അതായത് അമേരിക്കൻ സാധനം മേടിക്കാൻ വേണ്ടി നമ്മൾ മുടക്കുന്ന ആ 5 ലക്ഷം രൂപ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം 1 ലക്ഷം രൂപയുടെ കൊണ്ട് 5 ബാറ്ററി പാക്കറ്റ് നമുക്ക് മേടിക്കാം. അതായത് ഒരു ബാറ്ററി വെച്ച് നമുക്ക് ലിഥിയം ബാറ്ററി 10 വർഷം അത് ഓടുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5 എണ്ണം വെക്കുമ്പോൾ നമുക്ക് 50 വർഷക്കാലത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് ഫുൾ കണ്ടീഷന് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. പക്ഷേ അമേരിക്കൻ സാധനം ഭയങ്കര ക്വാളിറ്റിയാണെന്നൊക്കെ പറയും. പക്ഷേ ആയിക്കോട്ടെ, കുറച്ച് ക്വാളിറ്റി ഉണ്ടായിരിക്കും. പക്ഷേ അത് നമ്മൾ 5 ലക്ഷം രൂപ കൊടുത്ത് ഒരു പാക്കറ്റ് മേടിച്ചാൽ 10 അല്ലെങ്കിൽ 15 വർഷം മാക്സിമം അത് ഓടും. അത് കഴിയുമ്പോൾ ഫുൾ 5 ലക്ഷം രൂപ കൊടുത്ത് വീണ്ടും അടുത്തിടണം. അതേ സെയിം സിസ്റ്റം അല്ലാതെ അതിനകത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും പിന്നെ പറ്റത്തില്ല ഭാവിയിലേക്ക്. അതായത് നമ്മളൊരു കുരുക്കിൽ ചെന്ന് പെടുവാണ്. അപ്പോൾ വീണ്ടും 5 ലക്ഷം കൂടെ മുടക്കുമ്പോഴത്തേക്ക് എത്ര വരും? 10 ലക്ഷം രൂപ വരും. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 50 വർഷം നമ്മൾ പോകണമെങ്കിൽ ഒരു 10-25 ലക്ഷം രൂപ നമുക്ക് മുടക്കിയെങ്കിൽ നമുക്കിത് 50 വർഷക്കാലം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ മറ്റത് വെറും 5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് 50 വർഷക്കാലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടോ? ക്വാളിറ്റി മാത്രം നോക്കിയാൽ പോരാ, നമുക്ക് സാമ്പത്തികമായിട്ടും കൂടെ ലാഭകരമാണോ എന്നും കൂടെ ഉള്ളത് നമ്മൾ ഒരു പരിവരെ നോക്കണം. അതായത് ഏത് പൊട്ട പ്രോഡക്റ്റ് ആണെങ്കിലും ചൈനീസ് പ്രോഡക്റ്റുകൾ നമ്മൾ ചെറിയ വിലയാണെന്ന് കരുതി മേടിക്കണം, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത്യാവശ്യം നമുക്ക് നല്ല ക്വാളിറ്റി നിലവാരവും വേണം താനും, എന്നാൽ ഇതിന് അത്യാവശ്യം വലിയ വിലയൊന്നും ആവുകയും ചെയ്യരുത്. ആ ഒരു രീതിയിലുള്ള പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാരാണ് ശരിക്കും ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ. അത് നമ്മൾ ലാഭവും കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ നമ്മളൊന്ന് പരിശോധിച്ചുകൊണ്ട് ചെയ്യുവാണെന്നൊരിക്കലും ഒരു തരത്തിൽ നമുക്കിത് ലാഭമായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ലാത്തൊരു സാഹചര്യമാണ് അമേരിക്കൻ മെയ്ഡായിട്ടുള്ള ഈ സോളാർ സിസ്റ്റങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഈ ഒരു താരിഫ് വരുന്നതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്കും അമേരിക്കയിലെ ജനങ്ങൾക്കും ഉണ്ടാകുന്ന വ്യത്യാസം നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്ക ജനങ്ങൾക്ക് വളരെ വലിയ തോതിൽ പണം കൂടുതൽ കൊടുത്ത് പാനലുകൾ മേടിക്കേണ്ട ഒരു സാഹചര്യം വരും. അതേപക്ഷം ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വലിയ ലോട്ടറി തന്നെ അവർക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ജൂലൈ 6-നാണ് എൻ്റെ ഫൈനൽ തീരുമാനവും കാര്യങ്ങളൊക്കെ നടക്കാനായിട്ടിരിക്കുന്നത്. അതിനുശേഷവും US ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ നിൽക്കുകയാണെന്നൊരിക്കൽ ഒരുപക്ഷെ ഇന്ത്യൻ കമ്പനികൾ ഇന്ത്യയിൽ തന്നെ ഈ പാനലുകൾ US-ലേക്ക് കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് അവർ എടുത്ത പാനലുകൾ ഇവിടെ തന്നെ വിറ്റഴിക്കാനായിട്ട് ശ്രമിച്ചാൽ അത് വളരെയധികം പാനലുകൾക്ക് വില കുറഞ്ഞ് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് കിട്ടുവാനായിട്ട് ഉള്ള സാധ്യത ഇതിനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ 78,000 രൂപ സബ്സിഡിയുടെ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു കാരണവശാലും നിർത്തിപ്പോകാനുള്ള ഒരു സാധ്യതയും എൻ്റെ ഒരു അഭിപ്രായത്തിലില്ല. പിന്നെ നിർത്തില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു US-ആയിട്ടുള്ള ഈ പ്രശ്നത്തിൻ്റെ പേരിൽ അത് നിർത്താനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്തെ കണക്കൊന്നുമല്ല. ഇന്ത്യക്ക് അമേരിക്കയെ പേടിച്ച് അമേരിക്ക പറഞ്ഞ അപ്പം തന്നെ ഇത് ടാക്സൊക്കെ കുറച്ച് കൊടുക്കേണ്ട ഒരു സാഹചര്യമൊന്നും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനില്ല. സ്വന്തമായിട്ട് നിലപാട് നിൽക്കാനും സ്വന്തമായിട്ട് പിടിച്ചു നിൽക്കാനുമുള്ള ഒരു കെൽപ്പുള്ള രാജ്യം തന്നെയാണ് ഇന്ത്യ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.